Hello friends, welcome back to Fullstack Solutions. ഇനി നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജ് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അതായത് ഇവിടെ ഒരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേജിലോട്ട് പോകണം. ഓക്കെ, നമുക്ക് ആദ്യം റൂട്ട് സ്പെസിഫൈ ചെയ്യാം. യൂസർ shop.egs ഇവിടെ ഒരു ടാഗിൽ നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജിലേക്ക് പോകാനുള്ള റൂട്ട് കൊടുക്കാം. പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ID products ID product ഫ്രണ്ട് എൻഡിൽ നിന്ന് ആ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ID ബാക്ക് എൻഡിലോട്ട് പാസ് ചെയ്യുന്നു. ഇനി റൂട്ട് ഡിഫൈൻ ചെയ്യണം. റൂട്ട്സ് പ്രോഡക്റ്റ് മാനേജ്മെന്റ് router dot get product details user auth product controller dot നമുക്കത് ഡിഫൈൻ ചെയ്യാം. കൺട്രോളേഴ്സിൽ യൂസർ പ്രോഡക്റ്റ് കൺട്രോളർ ഡോട്ട് JS ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് product controller require controllers user controllers user product controller. ഇനി താഴെ അത് ആക്സസ് ചെയ്യാം. പ്രോഡക്റ്റ് കൺട്രോളർ ഡോട്ട് ഫംഗ്ഷന് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് മോഡൽസ് ഇമ്പോർട്ട് ചെയ്യാം. ആദ്യം പ്രോഡക്റ്റ് മോഡല് കോൺസ്റ്റ് പ്രോഡക്റ്റ് require models product schema. അടുത്തത് കാറ്റഗറി കോൺസ്റ്റ് കാറ്റഗറി require
മോഡൽസ് കാറ്റഗറി സ്കീമ. നമുക്ക് യൂസർ സ്കീം ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാം. കോൺസ്റ്റ് യൂസർ റിക്വയർ മോഡൽസ് യൂസർ സ്കീമ. ഇനി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് async request response try catch ആദ്യം സെഷനിൽ നിന്ന് യൂസർ ഐ ഡി ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് യൂസർ ഐ ഡി റിക്വസ്റ്റ് സെഷൻ ഡോട്ട് യൂസർ. ഇനി ആ യൂസർ ഐ ഡി യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്ന് യൂസർ ഡാറ്റ ഫിച്ച് ചെയ്യാം. കോൺസ്റ്റ് യൂസർ ഡാറ്റ await user dot find by id യൂസർ ഐ ഡി പാസ് ചെയ്യാം. അതുപോലെ തന്നെ ആ പ്രോഡക്റ്റ് ഐ ഡി ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ആ പ്രോഡക്റ്റിൻ്റെ ഐ ഡി ആക്സസ് ചെയ്യണം. സോ കോൺസ്റ്റ് പ്രോഡക്റ്റ് ഐ ഡി റിക്വസ്റ്റ് query request query id. ഇനി ആ പ്രോഡക്റ്റ് ഐ ഡി യൂസ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫിച്ച് ചെയ്തെടുക്കാം. കോൺസ്റ്റ് പ്രോഡക്റ്റ് await പ്രോഡക്റ്റ് ഡോട്ട് find by id പ്രോഡക്റ്റ് ഐ ഡി പാസ് ചെയ്യാം. പ്രോഡക്റ്റ് ഐ ഡി പാസ് ചെയ്യുന്നു. നമുക്ക് ആ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി ഡീറ്റെയിൽസും വേണം. സോ അതിന് വേണ്ടിയിട്ട് പോപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാറ്റഗറി കളക്ഷനായിട്ട് നമ്മളൊരു റെഫറൻസ് കൊടുത്തേണ്ടായിരുന്നു. സോ പോപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കളക്ഷനുള്ള, അതായത് കാറ്റഗറി കളക്ഷനിലെ എല്ലാ ഫീൽഡുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കാറ്റഗറി ഓഫറൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് പോപ്പുലേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കാറ്റഗറി നമ്മളിവിടെ എടുത്തത്. ഇനി ആ കാറ്റഗറി നമുക്ക് ആക്സസ് ചെയ്യാം. കോൺസ്റ്റ് ഫൈൻഡ് കാറ്റഗറി പ്രോഡക്റ്റ് ഡോട്ട് കാറ്റഗറി. അതുപോലെ തന്നെ ഇനി കാറ്റഗറി ഓഫറും പ്രോഡക്റ്റ് ഓഫറും ആക്സസ് ചെയ്യണം. കോൺസ്റ്റ് കാറ്റഗറി ഓഫർ ഫൈൻഡ് കാറ്റഗറി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കാറ്റഗറി ഓഫർ എടുക്കണം. ഓർ കേസിൽ 0 കൊടുക്കാം.
കാരണം കാറ്റഗറി ഓഫറും പ്രോഡക്റ്റ് ഓഫറും ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ടോട്ടൽ ഓഫർ എടുക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കും. കാരണം നമ്മുടെ ലോജിക് എന്ന് പറയുന്നത് കാറ്റഗറി ഓഫർ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫർ ഉണ്ടാവില്ല, പ്രോഡക്റ്റ് ഓഫർ ഉണ്ടെങ്കിൽ കാറ്റഗറി ഓഫർ ഉണ്ടാവില്ല. ഓക്കെ, അത് നമ്മൾ അഡ്മിൻ സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് ബാക്ക് ടു റീസെറ്റ് ചെയ്യും 0 ആയിട്ട്, ഏതെങ്കിലും ഒരു ഓഫർ ആഡ് ചെയ്യുന്ന സമയത്ത്. സോ ഇനി ഇപ്പോൾ കാറ്റഗറി ഓഫർ കിട്ടി, അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫറും എടുക്കാം. കോൺസ്റ്റ് പ്രോഡക്റ്റ് ഓഫർ പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഓഫർ, അത് ഇതുപോലെ തന്നെ ഓവർ കേസിൽ 0 ആയിട്ട് കൊടുത്തേക്കാം. ഇനി 2 ഓഫറും കിട്ടി. ഇനി അതിൻ്റെ ടോട്ടൽ കോൺസ്റ്റ് ടോട്ടൽ ഓഫർ കാറ്റഗറി ഓഫർ പ്ലസ് പ്രോഡക്റ്റ് ഓഫർ. ഇനി ബാക്ക് എൻഡിലോട്ട് ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് റെൻഡർ നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽ പേജ് ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് ഡീറ്റെയിൽ module dot exports product details. പേജ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജ്. ഇത് ഇനി ബാക്ക് എൻഡിൽ നിന്ന് ഡാറ്റ പാസ് ചെയ്തിട്ട് ഫ്രണ്ട് എൻഡിൽ ആക്സസ് ചെയ്യണം. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം യൂസർ ഡാറ്റ പാസ് ചെയ്യാം. ദെൻ പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് ഡോട്ട് ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ഓഫർ ടോട്ടൽ ഓഫർ പിന്നെ വരുന്നത് കാറ്റഗറി. കാറ്റഗറി ഇത്രയാണ് യൂസർ, പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി, ടോട്ടൽ ഓഫർ, കാറ്റഗറി. ഇനി ക്യാച്ച് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് error for fetching product details, error. Response redirect page not found. ഇത് ഫ്രണ്ട് എൻഡിൽ എഡിറ്റ് ചെയ്യാം. വ്യൂസിൽ യൂസർ
പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്. ഇതാണ് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് പേജ് ആയിട്ട് വരുന്നത്. ഇവിടെ സെക്ഷനിൽ ഇത് ബ്രെഡ് ക്രംബ്, അതിൻ്റെ താഴെ സെക്ഷൻ. പ്രോഡക്റ്റിൻ്റെ ഇമേജ് സ്ലൈഡായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇമേജ് ആക്സസ് ചെയ്യാം. അപ്ലോഡ്സ്, റീഇമേജ്, പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഇമേജ്, 0th ഇൻഡെക്സ് നമ്പർ കൊടുക്കാം. ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്രോഡക്റ്റ് ഇമേജ് എന്നും കൊടുക്കാം. പ്രോഡക്റ്റ് ഇമേജ്. ഇനി അതുപോലെ സ്ലൈഡ് ഒരു 5 ഇത് കൊടുക്കാം, സ്ലൈഡുകളായിട്ട് കൊടുക്കാം. അടുത്തത് ഈ റൂട്ട് തന്നെ അതിൻ്റെ ഇൻഡെക്സ് നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 0 എന്നുള്ളത് 1 ആക്കി കൊടുക്കും. ത്രീ, ഇവിടെ 4, പ്രോഡക്റ്റ് ഇമേജ്, പ്രൊഡക്റ്റ് ഇമേജ്, പ്രോഡക്റ്റ് ഇമേജ്, പ്രോഡക്റ്റ് ഇമേജ്. പ്രോഡക്റ്റിൻ്റെ താഴെയായിട്ട് ഒരു പ്രോഡക്റ്റ് തമ്പനെയിൽ ഡിസ്പ്ലേ ചെയ്യണം. ആ തമ്പനെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും മുകളിൽ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഡിവാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് എല്ലാ പ്രോഡക്റ്റിൻ്റെ ഇമേജ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോർ ലൂപ്പ് ഡിഫൈൻ ചെയ്യാം. For let I assign 0, I less than product dot product image dot length I increment. ക്ലോസ് ചെയ്യാം. ഇവിടെ ഇനി ഇവിടെ അത് ആക്സസ് ചെയ്യണം, ഇമേജസ് എല്ലാം ആക്സസ് ചെയ്യണം. അപ്ലോഡ്സ്, റീഇമേജ്, പ്രോഡക്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് ഇമേജ്. അറിയായതുകൊണ്ട് പ്രോഡക്റ്റ് ഇമേജ് എന്ന് കൊടുക്കാം. ഇവിടെ പ്രോഡക്റ്റ് ഇമേജ് നോക്കാം. പ്രോഡക്റ്റ് ഇമേജ് തമ്പനെയിൽ റെഡിയായി. ഇനി താഴെ വന്നതിന് ശേഷം പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവ് ഉണ്ട്. ഡീറ്റെയിലിംഗ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രോഡക്റ്റിൻ്റെ നെയിം ആദ്യം കൊടുക്കാം. H2 ടാഗിനകത്ത് ആദ്യം പ്രോഡക്റ്റിന് നെയിം കൊടുക്കാം. പ്രോഡക്റ്റ് ഡോട്ട്
പ്രോഡക്റ്റ് നെയിം. ഇനി താഴെ ഇവിടെ ബ്രാൻഡ് ഉണ്ട്, ബ്രാൻഡിൻ്റെ അവിടെ ബ്രാൻഡിൻ്റെ പേര് വരണം. ഇവിടെ എ ടാഗിനകത്ത് പ്രോഡക്റ്റ് ഡോട്ട് ബ്രാൻഡ്. ഇനി താഴെ വന്നു കഴിഞ്ഞാൽ റേറ്റിംഗ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൈനാമിക് ആയിട്ട് അത് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്പാനിൽ കൊടുത്തേക്കാണ് റിവ്യൂ. താഴെ ഇനി പ്രൈസിൻ്റെ ഇതാണ്. പ്രൈസ് റെഗുലർ പ്രൈസും സെയിൽ പ്രൈസും കാണിക്കണം. ആദ്യത്തെ സ്പാനിൽ സെയിൽ പ്രൈസ് കാണിക്കാം. പ്രോഡക്റ്റ് ഡോട്ട് സെയിൽ പ്രൈസ്. താഴെ റെഗുലർ പ്രൈസ്. പ്രോഡക്റ്റ് ഡോട്ട് റെഗുലർ പ്രൈസ്. ഡിസ്കൗണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പാൻഡ്, ഇവിടെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഓഫർ ഡിസ്പ്ലേ ചെയ്യണം. നമുക്കിവിടെ ഒരു കണ്ടീഷൻ എഴുതാം. പ്രോഡക്റ്റ് ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫർ എത്രയാണോ അത് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ നോ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇഫ് ഓഫർ ഇല്ലെങ്കിൽ നോട്ട് ടോട്ടൽ ഓഫർ. ഇഫ് കേസ് ഇവിടെ ക്ലോസ് ചെയ്യാം. അതിനുശേഷം എൽസ് കേസ് അതുപോലെ ക്ലോസ് ചെയ്യാം. ഓഫർ ഇല്ലെങ്കിൽ നമ്മൾ നോ ഓഫേഴ്സ് എന്ന് കാണിക്കാം. നോ ഓഫേഴ്സ്. എൽസ് കേസിൽ നമുക്ക് ബാക്കെൻഡിൽ നിന്ന് വരുന്ന ഓഫർ ആക്സസ് ചെയ്യണം. ടോട്ടൽ ഓഫർ. ഓഫർ എമൗണ്ട് ഇപ്പോൾ 10 ആണെങ്കിൽ 10 ആയിരിക്കും. അതിനുശേഷം നമുക്ക് അവിടെ ഒരു ഡിസ്പ്ലേയിൽ വരാൻ വേണ്ടിയിട്ട് പെർസെൻറ്റേജ് ഓഫർ കൂടെ കൊടുക്കാം. 10 ആണെങ്കിൽ 10% ഓഫർ. ഇവിടെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഡിവ് ഉണ്ട്. അവിടെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പ്രോഡക്റ്റ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ. പ്രോഡക്റ്റ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ ഈക്വൽ ടു.
ഈക്വൽ ടു പ്രോഡക്റ്റ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ. ഇവിടെ താഴെ ഇതൊക്കെ ഫിക്സഡ് ആണ്. വാറണ്ടി, 1 year ബ്രാൻഡ് വാറണ്ടി, 30 day റിട്ടേൺ പോളിസി, ക്യാഷ് ഓൺ ഡെലിവറി. ഇവിടെ സ്റ്റോക്കിൻ്റെ കോഡ്, ടാക്സ്, ടാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അവിടെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയുടെ നെയിം കൊടുക്കാം. ഈക്വൽ ടു കാറ്റഗറി ഡോട്ട് നെയിം. ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം. ഇവിടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഈക്വൽ ടു ക്വാണ്ടിറ്റി. ഒരു ലൈൻ കൊടുത്തേക്കാം. ഐറ്റംസ് ഇൻ സ്റ്റോക്ക് എന്ന് കൊടുത്തേക്കാം. നമുക്കിനി പേജ് ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ടോട്ടൽ ഓഫർ ഈസ് നോട്ട് ഡിഫൈൻഡ്. നമുക്ക് എറർ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ബാക്കിൻ്റെ നിന്ന് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. 2 F ഉണ്ട് ഇവിടെ ടോട്ടൽ ഓഫറിൽ. നമുക്കിനി നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. എസ് പ്രോഡക്റ്റ് ഡീറ്റെയിൽ പേജ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഇവിടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്ലൈഡ് ഓരോ ഇമേജസും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വിഷ് ലിസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.